വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ കടമ എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ ദയവ് ചെയ്ത് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നം ഭർത്താവിന്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വരും. ചില ആണുങ്ങൾ മെസ്സേജ് അയക്കും, വൈഫിന്റെ വീട്ടുകാര്, വൈഫിന്റെ ഉമ്മാണ് പ്രശ്നം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മാണ് പ്രശ്നം എന്നാണ്. ഞാൻ ഒരു കാര്യം തീർത്തിട്ട് എപ്പോഴും പറയണം തോന്നിയിട്ടുള്ള കാര്യം, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ കടമ എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ ദയവ് ചെയ്ത് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അവരായി ജീവിക്കാൻ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ജീവിതത്തിന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് രണ്ടുപേരും ജീവിക്കാൻ പക്വത എത്തി പാകത ഉണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ അവരുടെ വിഷയത്തിൽ നിരന്തരം ഇടപെടുന്നത് എന്തിനാണ്? അവര് ജീവിതം സ്ട്രെസ് ആക്കി കൊടുക്കുകയാണ്. ആൺകുട്ടികളിൽ വരുന്ന ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഉമ്മ പറഞ്ഞത് മാത്രം കേട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. കാരണം കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ജീവനുള്ളതാണ്, ബോധങ്ങളുള്ളതാണ്. നിങ്ങളെപ്പോലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉള്ള ഒരാളെ കൂടെ നിർത്തിയിട്ട് പറയാണ് ഉമ്മനെ ധിക്കരിക്കാൻ പറ്റില്ല. ഉമ്മ പറയണത് അനുസരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഉമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത്, ഉമ്മനെ ആദരവോടുകൂടി കാണാന്നുള്ളതാണ്. അത് മനസ്സിലാക്കണില്ല. എല്ലാ വിഷയങ്ങളും പോയിട്ട് ഉമ്മനോട് ചർച്ച ചെയ്യും. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ഇത് ഞാൻ വെറുതെ സംസാരിക്കാലോട്ടോ, അത് പല രൂപത്തിൽ എനിക്ക് മെസ്സേജ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്.